അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കുടുംബസംഗമത്തിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലെ മുതിർന്ന അംഗം സി എ അബ്ദുൽ കുഞ്ഞി സാഹിബ് അവറുകളെ, ഈ സംഗമത്തിന് സ്വാഗതം ആശംസിച്ച സി എ മൊയ്തീൻ കുഞ്ഞി സാഹിബ്, ഈ സംഗമത്തിൻ്റെ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായി തികച്ചും അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും വേണ്ടിയുള്ള ദീനീ പ്രവർത്തന രംഗത്ത് ഒഴിഞ്ഞുവെച്ച പ്രിയ ബഹുമാന്യ വ്യക്തിത്വം മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ് അവരുടെ, ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഖാലിദ് മൂസ നദ്വി അവരുടെ, വേദിയിലും സദസ്സിലും സന്നിധരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ ഈ അൽ നൂർ ഇസ്ലാമിക് അക്കാദമിയുടെ 40-ാം വാർഷികവും 15-ാം വാർഷികവും അതോടൊപ്പം തന്നെ സനദ് ദാന സമ്മേളനങ്ങളും അതിനവരി വ്യത്യസ്തമായ നിരവധി പരിപാടികളുടെ ഭാഗമായി കൊണ്ട് തന്നെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് 2 ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരുന്നത്. നമുക്കറിയാം, കുടുംബ സംഗമത്തിൻ്റെ പ്രാധാന്യം ഏറെ വിളിച്ചോതുന്ന ഒരു സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നിവിടെ വെച്ച് നടക്കുന്ന കുടുംബസംഗമത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ആമുഖമായി സൂചിപ്പിച്ചു. ഒരു കുടുംബ സംഗമത്തിനുപരി ഒരു കുടുംബം എങ്ങനെ ഇസ്ലാമികമായ ചുറ്റുപാടിൽ ചിട്ടവട്ടയത്തോടുകൂടി ആധുനിക കാലഘട്ടത്തിൽ പുതിയ സമൂഹത്തിനിടയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു അറിവ്, ഒരു അവയർനെസ് ഇന്നിവിടെ പകർന്നു നൽകുന്നതിന് വേണ്ടി കൂടി ഈ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷ ചടങ്ങ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിനേറെ പ്രാധാന്യവും ഏറെ പ്രസക്തിയുമുണ്ട്. നമുക്കറിയാം, ഒരു കുടുംബസംഗമം എന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ, തറവാടുകളിലൊക്കെയും അല്ലെങ്കിലും കൂട്ടുകുടുംബങ്ങളായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. ആ കൂട്ടുകുടുംബങ്ങളിൽ ഉപ്പയും ഇളയപ്പയും അതുപോലെ തന്നെ ഉപ്പയുടെ പങ്ങന്മാരും മരുമക്കളും മക്കളും ഒക്കെയായി ഒരു കൂട്ടുകുടുംബങ്ങളുമായി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് അണുകുടുംബങ്ങളായി അത് വേർതിരിഞ്ഞ് വ്യത്യസ്ത മേഖലകളിൽ അവരവരുടെ സൗകര്യത്തിനും അവരവരുടെ സാഹചര്യത്തിനുമനുസരിച്ച് വ്യത്യസ്തമായ മേഖലകളിലേക്ക് അവർ തിരിഞ്ഞുകയും അണുകുടുംബങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അന്നൊരു കാലഘട്ടം നമ്മുടെ ഉപ്പമാരോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർക്ക് ഒരാൾക്ക് 5-ൽ കൂടുതൽ മക്കൾ അല്ലെങ്കിൽ 10ഉം 12ഉം വരെ മക്കളുണ്ടായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 2ഓ 3ഓ അല്ലെങ്കിൽ അധികരിച്ചാൽ 4-ൽ എന്ന് അവസാനിക്കുകയും ചെറു കുടുംബങ്ങളായി വ്യത്യസ്ത മേഖലകളിൽ താമസിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് താമസിച്ച് വരികയാണ്. അപ്പോൾ പുതിയ തലമുറകൾക്ക് ആ കുടുംബം ആരാണ്, നമ്മൾ കുടുംബക്കാരെന്നും കുടുംബക്കാർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നും കുടുംബബന്ധം എങ്ങനെയാണ് ഊട്ടിയുറപ്പിക്കേണ്ടത് എന്നും അത് നിലനിർത്തി പോകേണ്ടതിനെ കുറിച്ചൊന്നും വ്യക്തമായ പുതിയ തലമുറകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലാണിത്. ആ ഘട്ടത്തിൽ തീർച്ചയായും നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടി, വീട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണം നടന്നാൽ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷം നടന്നാൽ മാത്രമേ കുടുംബക്കാർ ഒന്നിക്കുകയും ഒന്ന് കാണുകയും ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി കഴിയുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഞാനും നിങ്ങൾ ഓരോരുത്തരും അത് ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ സമയം മാത്രമേ നമുക്കതിനൊക്കെ ചെലവഴിക്കപ്പെടാൻ വേണ്ടി കഴിയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബബന്ധം നമുക്ക് എല്ലാ മേഖലകളിലും കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ പെരുന്നാൾ ത്യാഗപൂർണമായ കാര്യങ്ങളെ, ഇസ്ലാമിൻ്റെ ഏറ്റവും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ, അതിൻ്റെ ഇബാദത്തുകളെ ഓർമ്മപ്പെടുത്തുന്ന ആഘോഷമായ വലിയ പെരുന്നാൾ ഇതിൽ നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് പോലും നമ്മുടെ പള്ളികളിലെ ഖത്തീബുമാർ ഉത്ബോധനങ്ങളിലൂടെ നടത്തിയ പ്രസംഗങ്ങളിലൊക്കെയും സൂചിപ്പിക്കപ്പെട്ടത് പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയും കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും കുടുംബബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നവൻ്റെ ഇബാദത്തുകളും ആഘോഷങ്ങളും പരിപാടികൾ പോലും ഇസ്ലാമിൽ ഇഷ്ടപ്പെടില്ല, അത് പൊരുത്തപ്പെടാത്ത രീതിയിലാകി പോകും എന്ന് അവനെടുക്കുന്ന ഇബാദത്ത് പോലും അത് അള്ളാഹു സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ഏറ്റവും നന്നായ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി എല്ലാ മേഖലയും നമ്മുടെ വിശുദ്ധമായ ഖുർആനുകളിലൊക്കെ വളരെ സ്പഷ്ടമായിക്കൊണ്ട് പലയിടങ്ങൾ സൂചിപ്പിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യങ്ങളിൽ പ്രസക്തമായി നമ്മ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല. പുതിയ കാലഘട്ടത്തിൽ കുടുംബങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന നമ്മുടെ ഈ ഫലങ്ങളിലെക്കുറിച്ചൊക്കെ വളരെ ജാഗ്രതയോടുകൂടി എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസങ്ങൾ, ഭൗതികവും ആത്മീയവുമായ സമന്വയമായ വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നൽകി നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ പുതിയ തലമുറകളെ, നമ്മുടെ മക്കളെ, പേരക്കുട്ടികളെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് സമ്പന്നമായി എത്തിക്കാൻ നമുക്ക് കഴിയണം. ഒരു കുടുംബത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതറിയപ്പെടുകയും സമ്പന്നമാവുകയും ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് എന്ത് നൽകിയാൽ അത് അവരുടെ ജീവിതകാലം മുഴുവനും നാളെ ആഖിറത്തിലേക്കും ദുനിയാവിലേക്കും ഉപകരിക്കപ്പെടാവുന്ന രീതി എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി മക്കൾക്ക് ഒത്തുകൾ നൽകിക്കഴിഞ്ഞാൽ ഒരു തലമുറ കഴിയുമ്പോൾ അത് നശിച്ചു പോകും. പണം നൽകിയാൽ ഒരു സമയം കഴിയുമ്പോൾ അത് തീർന്നു പോകും. പക്ഷേ അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നൽകിയാൽ ആ ആത്മീയ വിദ്യാഭ്യാസം നൽകുന്ന മാതാപിതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നമ്മൾ മരിച്ചുപോയാലും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കാര്യങ്ങളുമൊക്കെ നമുക്കേറെ ഉപകരിക്കുകയും അവർ സമൂഹത്തിലും സമുദായത്തിലും നാട്ടിലും കുടുംബത്തിലുമൊക്കെ ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി കൊണ്ട് നാട്ടിൽ കടന്നു വന്നാൽ അത് അവരിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഒരു ഭൗതിക വിദ്യാഭ്യാസമാണ് നൽകുന്നത് എങ്കിൽ ആ ഭൗതിക വിദ്യാഭ്യാസം സമന്വയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ ഒരു കുടുംബത്തെ അതിനോടുകൂടെ ആ ഒരു കുടുംബത്തെ അറിയപ്പെടും, ആ നാടിനെ അറിയപ്പെടും, അവൻ്റെ സമുദായത്തെ അറിയപ്പെടും. അങ്ങനെ സമ്പന്നമായി കൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം എത്രത്തോളം നൽകാൻ വേണ്ടി പറ്റുമോ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയമാക്കി നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന, കുടുംബത്തിന് ഉപകരിക്കുന്ന നമ്മുടെ പുതിയ തലമുറകളെ വളർത്തിയെടുക്കുവാനും അതിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വഴിതെറ്റിപ്പോകാൻ പുതിയ തലമുറകൾ, വഴിതെറ്റിപ്പോകാൻ പുതിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് സാധ്യതകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതകൾ ഏറെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ നേരായ വഴികളിലൂടെ, നേരായ രീതിയിലൂടെ, ചൊവ്വായ പാതയിലൂടെ അവർ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വളരെയധികമായ കഠിനാധ്വാനവും പ്രയത്നവും വളരെമായ ശ്രമങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതൊട്ടും കൈവിടാതെ അത് ഒരു അസറ്റായി ഓരോ കുടുംബത്തിൻ്റെയും അസറ്റായിക്കൊണ്ട് മുന്നോട്ട് പോകണം. നമുക്കറിയാം, ഇസ്ലാമികമായ ചുറ്റുപാടിലൂടെ ഒരു മതം എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെയും കുടിലം തൊട്ട് കൊട്ടാരം വരെയുമുള്ള
ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നിഖിലമായ മേഖലകളെയും സ്പർശിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ടുള്ള ജീവിത പന്താവിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ട്, കുടുംബത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഉത്തമ സമുദായമായി, ഒരു ഉത്തമ കുടുംബമായി, ഒരു ഉത്തമ പൗരനായിക്കൊണ്ട് ഭാവിയിലേക്ക് പ്രദാനം ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാനായിരിക്കുന്നില്ല. സ്വാഗത പ്രസംഗത്തിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമായി സ്വമായെങ്കിലും വളരെ അർത്ഥവത്തായിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൻ്റെ മഹത്വവും, ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യവും, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഒരു വാക്കുകളിലുണ്ട്. ഏതൊരു വിഭാഗത്തോടും പാർശ്വവൽക്കരിക്കാതെ, ഏതൊരു വിഭാഗത്തോടും ചാഞ്ഞു നിൽക്കാതെ പ്രവാചകന്റെ ദീനും അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമും ദീനും അതിൻ്റെ പ്രവാചകന്റെ സുന്നത്തും അനുസൃതമായി കൊണ്ട് ഒരു മത ഭൗതിക വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ കിതാബും, അതോടൊപ്പം തന്നെ മറ്റു ഭൗതിക വിദ്യാഭ്യാസങ്ങളും സമുന്നയമായി നൽകിക്കൊണ്ട് ഇന്ന് അൽ അസ്ഹറിലും അതുപോലെ തന്നെ മദീനയിലും ഒക്കെ ഉന്നതമായ രാജ്യത്തിന് പുറത്തും ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുത്തുകൊണ്ട് ഉള്ള ഒരു സ്ഥാപനമാണിത്. നമുക്കറിയാം, ഇന്ന് ഓരോ വിഭാഗത്തിനുമാണ് ഇന്ന് സ്ഥാപനങ്ങളുള്ളത്. അത് പൊതുവായി കൊണ്ടുള്ള സ്ഥാപനങ്ങൾ ഇന്ന് കാണാൻ നമ്മുടെ നാട്ടിൽ വളരെ വിരളമാണ്. ഓരോ വിഭാഗത്തിൻ്റെയും സ്ഥാപനങ്ങളായിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഒരു വിഭാഗത്തോടും ചാരിവെക്കാതെ, ഒരു വിഭാഗത്തോടും ചെരിഞ്ഞു നിൽക്കാതെ, എന്താണോ പറയുന്നത് അതനുസരിച്ചുകൊണ്ട് സ്വതന്ത്രമായിക്കൊണ്ട് വിദ്യാഭ്യാസം നേടി, മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ നേടി സ്വതന്ത്രമായിക്കൊണ്ട് ദീനീപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാവുന്ന ഒരു മേഖലകളിലേക്ക് ഒരു സമൂഹത്തെ വളർത്തെടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ പുതിയ കാലഘട്ടങ്ങളിൽ നമുക്കേറെ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പതിന് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാ രംഗത്തും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ ചൊവ്വായ ദീനായ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്ന ഇതിൻ്റെ അമരത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംബന്ധിച്ചുകൊണ്ടുള്ള ഈ അൽ നൂർ ഇസ്ലാമിക് അക്കാദമിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ കുടുംബ സംഗമത്തിൻ്റെ CAKM എന്ന കുടുംബവല്യമായ പുരാതനവും പ്രമാണികവുമായ ഒരു കുടുംബത്തിൻ്റെ ഒരു സംഗമം കൂടി ഇവിടെ നടക്കുമ്പോൾ ഈ കുടുംബ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി സസന്തോഷപൂർവം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഈ കുടുംബസംഗമത്തിൽ ആദ്യവസാനം വരെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ NH-യുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന മീറ്റിംഗ് കലക്ട്രേറ്റിൽ നടക്കുന്നതുകൊണ്ട് അത് പങ്കെടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം, ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സദസ്സിൽ നിന്നും വിടവാങ്ങുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.